സംഭവം പൊട്ടിയെന്ന്. ഇതൊന്നും ഈ വണ്ടി പക്കാ മിൻറ്റ് കണ്ടീഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് പെരിജിങ് ആയിട്ട് വർക്കൊന്നും ഇപ്പം ഇല്ല. ചെറിയ ഹോളായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റണം. ഇത് ഡോമിനോറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഡിസ്കവറിൻ്റെ ഗ്രാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാനല്ല സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ ചെറിയ രീതിക്ക് ഷേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി വയ്ക്കാൻ വേണ്ടി അയച്ചു വെച്ചിട്ടാണ്. എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് അടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ ഗ്യാസ്ബിൻ്റെ അവിടെ ചെറിയ പൊട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് തുറന്നൊന്ന് കാണിച്ചു തരാം. നമ്മളിത് NS സെറ്റ് ചെയ്യുന്ന പോലെ അല്ല ഡോമിനോർ സെറ്റ് ചെയ്യുന്നത്. കാരണം NS സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിങ്ങിൻ്റെ സ്പേസ് കുറച്ചുകൂടെ കൂടും. ഇത് സെറ്റ് ചെയ്താൽ കുറയും. കാരണം ഇപ്പോൾ ഇവിടം തൊട്ടേ ഈ ഒരു ഇതിരിക്കുകയാണ്. അപ്പോൾ ഇത്ര സ്പേസേ ഉള്ളൂ. അപ്പോൾ ആളിരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് വെയിറ്റ് ഡോമിനോറിൻ്റെ ഈ ഒരു പൊസിഷൻ തന്നെ വീടും. അപ്പോൾ ഡോമിനോറിൽ ഇത് ഓടിയാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. NS ഇത് ഓടിയാൽ ഇതുവരെ കണ്ടിട്ടില്ല. ഡോമിനോറിൽ ഓടിഞ്ഞാൽ കേട്ടിട്ടൊന്നും ഇല്ല ഇതുവരെയും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതവിടെ ഓടിഞ്ഞു. അപ്പോൾ എന്തായാലും താത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളാരെങ്കിലും ഡോമിനോറിൽ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവം ആ ബാക്കിൽ പൊക്കാതെ താത്ത് വയ്ക്കാൻ നോക്കണം. അപ്പോൾ കുറച്ച് ലുക്ക് പോവുമെങ്കിലും സാധനം എന്തായാലും ഓടിയാതിരിക്കും. ഇതവ നേരത്തെ അയച്ചു നോക്കിയാണ് മനസ്സിലായത് ഇവിടെ സംഭവം പൊട്ടിയെന്ന്. ഇതൊന്നും സാധാരണ അങ്ങനെ പൊട്ടാത്തതാണ്. പക്ഷെ ഇത് പൊട്ടാൻ വേണ്ടിയുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചപ്പോൾ ഒന്ന് റേസ് ചെയ്താണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അകത്ത് 2 അല്ലെങ്കി ബോൾട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെയിറ്റ് കയറുമ്പോഴത്തേക്ക് ഇവരായിട്ടൊരു ലിവറേജ് ഒന്ന് പൊട്ടും. പക്ഷേ ഈ സാധനം നല്ല രീതിക്ക് ക്വാളിറ്റിയും ഇതുള്ള സംഭവമാണ്. കാരണം ഞാൻ ഇതും എൻ്റെ കൂട്ടുകാരൻ്റെ NS ഞാനാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോഴത്തേക്ക് 2 സൈഡിലോട്ട് അടുപ്പിച്ച് പിടിക്കാൻ തന്നെ നല്ല രീതിക്ക് പാടായിരുന്നു. സാധാരണ ഈ ഒരു ഗ്രാബ് പൊട്ടുന്നെങ്കിൽ അത് ഇവിടെ വെച്ചായിരിക്കും പൊട്ടുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്യാൻ നേരം. ഇതിപ്പോൾ എന്തായാലും ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇവൻ കടിച്ചങ്ങാണ്ട് പൊട്ടിച്ചേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തത്. ഇതിന് 615 രൂപ കണ്ട് പുതിയതിൻ്റെ പ്രൈസ് വരും. എന്നിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ടി മെഷീൻ ഒന്നുമില്ല, കടയിൽ കൊടുത്താണ് ഇത്. അപ്പോൾ അതിനൊരു 50 രൂപ വാങ്ങിച്ച് പിന്നെ പെട്രോൾ അടിച്ചത് പെട്രോൾ അടിക്കാൻ കൂട്ടുന്നത് എന്തായാലും സാധനം വാങ്ങിക്കാൻ പോകേണ്ട വാങ്ങിക്കണം. അപ്പോൾ അത്ര റേറ്റായി. പിന്നെ ഞാനാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഫ്ലോപ്പായി. പിന്നെ കടയിൽ കൊണ്ട് സെറ്റ് ചെയ്ത് അപ്പോൾ ചെറിയ രീതിക്ക് ഉള്ള പണിയായിട്ട് കടയിൽ നിന്ന് പൈസയൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഇതിന് അത്ര റേറ്റൊക്കെ ഉള്ളൂ. പുതിയ 615 രൂപ, കട്ടിങ്ങിന് 615, 50, 665 രൂപ മാത്രമേ ആവൂ. പിന്നെ സെറ്റിംഗ് ചാർജ് എത്ര ആവും? നീ ഇത് എത്ര രൂപയ്ക്കാണ് സെറ്റ് ചെയ്താൽ? അപ്പോൾ ഇത് 800 രൂപയ്ക്കാണ് സെറ്റ് ചെയ്തത്. അത് സൈഡിൽ കുറച്ച് ചെറുതായിട്ട് പെയിൻറ്റിങ് കൂടെ ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത സ്ഥലത്ത്. അതുകൊണ്ടായിരിക്കും 800 രൂപയ്ക്ക് വാങ്ങിച്ചത്. എന്തായാലും ഇതിപ്പോൾ ഓടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബോൾട്ട് അയച്ചിട്ട് ഇത് താഴത്ത് സെറ്റ് ചെയ്യണം. ഇതൊരു താത്ത് സെറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് അടുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഇതിനി അലുമിനിയം വെൽഡ് വല്ലതും ചെയ്ത് സെറ്റ് ചെയ്യണം. എന്തായാലും ഇപ്പം സമയമില്ല. നമ്മൾ എന്തായാലും ഇപ്പം ചെയ്യുന്നില്ല ഈ സാധനം. നമുക്കിനി നോക്കണം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസ്പ്ലേയുടെ മീറ്റർ ചെറിയ ഹോളായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റണം. ഇതിപ്പോൾ സാധനം കിട്ടാനാണ് പിന്നെ മാറ്റാത്തത്. പിന്നെ വേറൊരു വെറൈറ്റി കംപ്ലൈൻറ്റ് രാവിലെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ ഈ വെള്ളമുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാൻ പോയി. ഞാൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മാറിയായിരുന്നു. ഇവിടെയൊന്നും വെള്ളമില്ല, ഇതൊന്നും തെറിച്ച് വീഴുന്നതല്ല. പക്ഷേ ഇവിടെ വെള്ളം നല്ലേക്ക് വരുന്നുണ്ട്. പിന്നുള്ള കംപ്ലൈൻറ്റ് ഞാൻ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു മീറ്റർ സാധാരണ രീതിക്ക് ഒരു സൈഡിലോട്ടേ കറങ്ങാവൂ. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറങ്ങുന്നുണ്ട്. എന്തോ പറ്റി ലൂപ്പിലായതാണ്. പക്ഷെ അപ്പുറത്തെ വീട്ടിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇവിടെ മാത്രമാണ് ഒട്ടും ഫോഴ്സ് ഇല്ലാത്തതും വെള്ളം വരാത്തതും. ഇതെന്താണെന്നാണ് ആദ്യം പരിഹരിക്കേണ്ടത്. നമുക്കെന്തായാലും ഇതിനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് താഴ്ത്തി വയ്ക്കാം. സാധനം എല്ലാം അടിച്ച് 4 ബോൾട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ബാക്കിൽ പൊക്കാൻ വേണ്ടി യൂസ് ചെയ്ത് ഇവിടെ ചെയ്തിരുന്ന ബോൾട്ട്. ഇത് 2 അയച്ചു മാറ്റിയിട്ട് എന്തായാലും ഇതിലിപ്പോൾ 2 ബോൾട്ട് നമുക്ക് ഇടാൻ പറ്റും, 4 ഇടത്തില്ല. അപ്പോൾ ഫ്രണ്ടിലത്തെ 2 മാത്രം ഇട്ട് താത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. NS ആണെങ്കിൽ ഇതിങ്ങനെ പിടിച്ച് അടുപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 2 കുറച്ചുകൂടി അടുത്തായിരുന്നു ഈ ഹോളിരുന്നു. പക്ഷേ ഇതിൽ കറക്റ്റ് ഇതാണ്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പിടിച്ചിട്ട് വെച്ച് താത്ത് സെറ്റ് ചെയ്യേണ്ടതേ ഉള്ളായിരുന്നുള്ളൂ. ഇനി 2 ടൈറ്റ് ആയിട്ട് നമുക്ക് നോക്കാം എന്തുമാത്രം ഇത് താന്നിരിപ്പുണ്ടെന്നിപ്പോൾ. 2 ബോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷേക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ബോൾട്ട് ഞാൻ അവൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. അവൻ വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് അടച്ചിട്ട് നോക്കാം എന്തുമാത്രമൊക്കെ വ്യത്യാസം വരുമെന്ന്. ആനെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ ഒരുപാടെന്തോ അതിലൊരു പൊടിക്ക് താഴെ ഉള്ളൂ, വലിയ വൃത്തിയിടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അലുമിനിയം വെൽഡ് ചെയ്യുന്നത് അതിന് ചെയ്യുന്നില്ല. ചെയ്താലും ആ വെയിറ്റ് കയറി ഇരിക്കുന്നതുകൊണ്ട് കറക്റ്റ് അവിടെ വെച്ച് തന്നെ വീണ്ടും അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡെങ്കിലും പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ബാക്കിലോട്ടാണ്. അപ്പോൾ ഇത്രയും കൂടെ ഇവിടെ നിന്ന് സീറ്റ് തട്ടി തുടങ്ങും, കുറച്ചുകൂടെ സീറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഒരുപാട് വെയിറ്റ് ഇതിൽ വീഴാൻ ചാൻസ് ഇല്ല. താന്നിരിക്കുന്നുണ്ട് തന്നെ അവിടെ നിന്ന് പൊട്ടാനും ചാൻസ് ഇല്ല. ഈ വണ്ടി പക്കാ മിൻറ്റ് കണ്ടീഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് പെരിജിങ് ആയിട്ട് വർക്കൊന്നും ഇപ്പം ഇല്ല. ഇത് കണക്ക് ഫ്രണ്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടയർ വെച്ചിട്ടാണ് ഇവൻ 160, 170 കയറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് മൈലേജ് ഇല്ലെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. കപ്പടിക്കും എന്തായാലും. ഫ്രണ്ട് ടയറും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഇത്രയും മോശമില്ലെന്ന് പറയാം. 2 ടയറും വണ്ടിയുടെ മാറാറായിട്ടുണ്ട്. പിന്നെ കൂളൻ ടാങ്കും മാറാറായിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ അല്ലറ പരിപാടികൾ മാത്രം. ടയർ എന്തായാലും ഈ മാസം തന്നെ മാറും, ഇല്ലെങ്കിൽ ഇവൻ പടമാവും. ഡൊമിനോറിലൊക്കെ ഈ സാധനം സെറ്റ് ചെയ്യണമെങ്കിൽ ബാക്കിൽ ആ ഹൈറ്റ് നട്ട് ഇട്ടിട്ട് ഒന്ന് പൊക്കാതെ നോർമൽ ലെവലിൽ സെറ്റ് ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ ഓടിയും. ഡൊമിനോറിലൊക്കെ ഈ സാധനം സെറ്റ് ചെയ്യാതിരിക്കുന്ന ഫ്രണ്ട്സ് കാര്യങ്ങൾ വീഡിയോ ഷെയർ കൊടുത്തേക്ക്. എടാ അപ്പോൾ എത്ര ഒരു 300 രൂപ പോക്കോടാ എട്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ കണ്ടസ്റ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ട് ഫോളോ ആക്കണം. ടയറൊക്കെ മാറുന്ന വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരണമായിരിക്കും. ഇല്ലെങ്കിൽ ഇവൻ്റെ ആക്സിഡൻറ്റ് വീഡിയോ എങ്കിലും ഞാൻ എടുക്കും.
അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.